ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഗോവയിൽ നിന്ന് നോർത്ത് ഗോവയിലോട്ട് വന്നു. നോർത്ത് ഗോവയിലെ ഓൾഡ് ഗോവയിലാണ്. ഓൾഡ് ഗോവ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 ഓൾഡാണ്. സംബന്ധിച്ച് എൻ്റെ പുറകെ കാണുന്നതാണ് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ടവർ കാണുന്നത്. ഏകദേശം 428 വർഷം പഴക്കമുള്ള ചർച്ചിൻ്റെ ഭാഗമാണ് അതിൻ്റെ പുറകെ കാണുന്നത്. അപ്പോൾ അത് മൊത്തം തകർന്ന് കിടക്കുവാണ്. ഇപ്പോൾ രാവിലെ മൊത്തം മഞ്ഞാണ്, ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. സമയം ഇപ്പോൾ 7:45. ഈ എൻ്റെ പുറകെ കാണുന്ന ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണുള്ളത്. അപ്പം ഓപ്പണിംഗ് ടൈം എത്രയാണെന്ന് അറിയത്തില്ല. സ്റ്റാഫൊന്നും വന്നിട്ടില്ല, നമുക്ക് പോയിട്ട് ചോദിക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ മറ്റൊരു കെട്ടിടം കാണാം. ഇപ്പോൾ സമയം 7:45 ആയിട്ടുള്ളൂ. ഈ പുറകെ കാണുന്ന ഇത് തുറക്കുന്നത് ഏകദേശം 9 മണിക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു റോസറി ഹോസ്പിറ്റൽ അങ്ങനെ കണ്ടാണ്. ഇതിൽ മാഞ്ഞു പോയിരിക്കുകയാണ്, എന്താണെന്ന് വ്യക്തമാവുന്നില്ല. ഹോസ്പിറ്റൽ എന്നൊക്കെ ഏകദേശം കണ്ടു. ദൂരെ വന്നപ്പം ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ലോക്ക്ഡാണ് ഈ സംഭവം. പഴയൊരു പള്ളിയാണ് അങ്ങ് ദൂരെ കാണുന്നത്, കണ്ടില്ലേ? മൊത്തം മഞ്ഞാണ്, മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. എന്തായാലും നല്ല ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു പള്ളി അങ്ങ് ദൂരെ. ഞാൻ കുറച്ച് മുകളിലോട്ട് കയറി വന്നായിരുന്നേ. ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത് ഒറ്റൊരാളില്ല, കണ്ടില്ലേ? സമയം 8 മണിയായി ഏകദേശം. ഇപ്പോൾ ആരെയും കാണാനില്ല. അപ്പുറ ഭാഗത്ത് 9 മണിക്ക് തുറക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഭാഷ ഒരു ബുദ്ധിമുട്ടാണ്. കാണുന്നതാണ് ദി ചാപ്പൽ ഓഫ് സെൻറ്റ് കാത്രീൻ. ഇത് ഏകദേശം 1510 ആ ഒരു കാലഘട്ടത്തിൽ പണിത പള്ളിയാണ്. ഇപ്പോൾ ഗേറ്റിൻ്റെ പുറത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത്. ക്യാപ്റ്റൻ ഓഫ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കാസിനോകളുടെ ഒരു ഇവിടെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു ഫോട്ടോസും വീഡിയോസൊന്നും ഇവിടെ അലോ അല്ല എന്ന് പറഞ്ഞു. എൻ്റെ പുറകെ കാണുന്ന ഈ ആർച്ച് ഓഫ് വൈസ്രോയ് എന്ന് പറയുന്നത് ഏകദേശം 1599 കാലഘട്ടത്തിൽ വാസ്കോഡ ഗാമ ഈ ഒരു ഭാഗത്തോട്ട് വന്ന ഓർമ്മയ്ക്ക് വേണ്ടി പണിതിരിക്കുന്ന ഒരു ആർച്ചാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വാസ്കോഡ ഗാമയുടെ ഒരു പ്രതിമയെ നമുക്ക് അതിന് മുകളിൽ കാണാൻ സാധിക്കും. 16th സെഞ്ച്വറിയിൽ ഇവിടെ ഉണ്ടായിരുന്ന പല പള്ളികളുടെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മ്യൂസിയമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ന് ലീവാണ് ഈ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അത് ഈ ഒരു കുളത്ത് ഇഷ്ടംപോലെ മീനൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇത് ഏകദേശം 16th സെഞ്ച്വറിയിൽ പോർച്ചുഗീസിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത്. ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെയാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് വിസ്മയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെയുള്ള ആൾത്താരെ ആവട്ടെ, ആ ഒരു സീലിംഗ് ഹൈറ്റ് ആണെങ്കിലും മറ്റ് പല സംഭവങ്ങളൊക്കെ വല്ലാത്തൊരു കണ്ണിന് കുളിർമയേറുന്ന ഒരു കാഴ്ചകളായിരിക്കും നമുക്ക് ഈ ഒരു ഓൾഡ് ഗോവയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചർച്ച് കോംപ്ലക്സിൽ തന്നെ ഒരുപാട് പള്ളികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഗോവയിൽ വന്നാൽ ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്ലേസാണ്. കാരണം കാഴ്ചകളൊക്കെ അത്രത്തോളം ഉണ്ട്. ഓൾഡ് ഗോവയിൽ നിന്നും പണജിയിലോട്ട് പോകാൻ നേരത്ത് നമുക്ക് വലത്തെ സൈഡ് കാണാൻ സാധിക്കുന്നത് മാണ്ഡവി എന്ന് പറഞ്ഞിട്ടൊരു നദിയാണ്. ഈ നദിയുടെ പല ഭാഗത്തും ആൾക്കാരും മറ്റൊരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി ആകെ ഒരു ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ, കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. പക്ഷേ ഇങ്ങോട്ട് ഒരുപാട് ഫെറി ലോഞ്ചൊക്കെ ഉണ്ട്. ഈ ഒരു ഫെറി ലോഞ്ചാണ് ഈ ഒരു ഭാഗത്തോട്ട് എത്താൻ വേണ്ടി ആൾക്കാർ ആശ്രയിക്കുന്നത്. ഗോവയിലോട്ട് വന്ന പിന്നെ നമ്മൾ ഒട്ടേറെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കാണുന്നത് ഒരു പോർച്ചുഗീസ് ശൈലിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ നേരത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഈ റൂട്ടിൽ 2 വീലേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. മാത്രമല്ലാണ്ട് ഗോവയിൽ വന്ന പിന്നെ നമുക്ക് ഒരുപാട് വൺ വേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഗോവയിലെ മോസ്റ്റ് ഹാപ്പനിങ് സ്പോട്ടിലോട്ടാണ്, ബിഗ് ഡാഡി കാസിനോ. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാസിനോയുടെ ഒന്നായ ബിഗ് ഡാഡി കാസിനോ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഗോവ ക്രൂസ് ബോട്ടൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ബിഗ് ഡാഡിയുടെ കാസിനോയുടെ സംഭവമാണ് മുമ്പിലുള്ളത്, കണ്ടിട്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു ഭാഗത്താണ്. ബസ്സൊക്കെ ഈ പോകുന്നത് ഒരു ഇലക്ട്രിക് ബസ്സാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി ഇതേ അവിടെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ ഒരു തിമിംഗലത്തിൻ്റെ ഒരു ആകൃതിയിൽ, ഒരു മീനിൻ്റെ ഒരു ആകൃതിയിൽ നിൽക്കുന്ന ഒരു ക്രൂസ് ഷിപ്പല്ല, നോർമൽ ഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഡെൽറ്റിൻ റോയൽ എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പ് കാണാം. കാസിനോയുടെ ബിഗ് ഡാഡി കാസിനോ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഷിപ്പ് കാണാം. അവിടെ കാസിനോ എന്തോ ഒരു പേരുണ്ട്, ദൂരെയാണ്, കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ മെയിൻ സംഭവം അവിടെ നിന്നാണ് ബുക്കൊക്കെ ചെയ്ത്
ബുക്കിംഗ് ചെയ്ത് കയറുന്ന ഒരു പോർഷൻ ആ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ ഈ ഒരു മിഡിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടായിരിക്കും പാർട്ടിയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്തെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ബസ് സർവീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇലക്ട്രിക് ബസ്സാണ് കൂടുതലും ഉള്ളത്. എൻ്റെ പുറകെ കാണുന്ന തുണിയൊക്കെ അയച്ചിട്ട 2 പേരുണ്ടല്ലോ, ഒരു ഷോട്ട് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു വീഡിയോ. അവർ ഓടുന്നത് ജിംനാസ്റ്റിക്കുകളാണെന്ന് തോന്നുന്നു. പുറകിൽ എനിക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു ബീച്ചും കൂടെ, നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അടുത്തൊരു ബീച്ചും കൂടെ കയറിയിട്ട് നേരെ വിടുവാണ്. ഗോവ എക്സിറ്റ് ചെയ്യുക. അതിനേക്കാളും മുമ്പ് പെട്രോൾ അടിക്കണം. ഇതേ ലെഫ്റ്റിൽ പോകുന്ന 2 പയ്യന്മാരില്ലേ, ഇവരിപ്പോൾ ഷർട്ടൊക്കെ എടുത്തിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ച് നേരെ വിടുവാണ് ഒരു ബീച്ചിലോട്ട്. എന്താ ബീച്ചെന്നറിയില്ല, തെറിയില്ലേ, പാക്കണോ. അപ്പം നമ്മൾ ഗോവയിൽ നിന്ന്, അതായത് നോർത്ത് ഗോവയിൽ നിന്ന് ഇവിടെ പറഞ്ഞ് സൗത്ത് ഗോവയിലോട്ട് പോവാണ്. സൗത്ത് ഗോവയിൽ ഏതെങ്കിലും ബീച്ച് പിടിച്ച് കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് അതായത് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ആദ്യം പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ലെഫ്റ്റിലോട്ടാണ്, അങ്ങോട്ട് നമുക്ക് പോകണ്ട. കണ്ടില്ലേ, 28 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വണ്ടി, അതായത് കാറും ബൈക്കും ആൾക്കാരും സംഭവങ്ങളൊന്നും എൻട്രി ഇല്ല, റെസ്ട്രിക്റ്റഡ് ആണ് ഈ ഭാഗത്തൊക്കെ. ഇപ്പം ബാറ്റൽ അങ്ങനെ കണ്ട ഒരു ബീച്ചാണ്, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എന്നാലും എക്സിറ്റ് ചെയ്യുന്നേക്കാളും മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ രീതിയിലുള്ള തിരക്കൊന്നും കാണുന്നില്ല, അത്രയ്ക്കും ക്രൗഡഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് വന്നത്. നോക്കാം, കുറച്ചൊക്കെ കടകൾ നമുക്കിവിടെ കാണാം. ഇന്നലെ ഇത് കൂട്ട് ഗ്ലാസ് എനിക്ക് ഭാഷ അറിഞ്ഞുകൂടല്ലോ, 200 രൂപ പറഞ്ഞു, സാധനം 100 രൂപയ്ക്ക് വാങ്ങിച്ച് ഇട്ടതാണ്. ഇവിടെ മണലാവാണ്ടിരിക്കാൻ വേണ്ടി ഒരു മാറ്റ് പോലെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. അതിലൂടെ ഇപ്പം നടക്കുന്നത്. നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്, തിരമാലകൾ അടിച്ച് വരുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം. നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പുറ ഭാഗത്തു നിന്ന്. പിന്നെ ഇങ്ങോട്ട് അപ്പുറ സൈഡിൽ കൂടുതൽ ബോട്ടും സംഭവങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതാണ്. ഹായ്, കുളിക്കണം എന്നൊക്കെ ഉണ്ട്, ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷേ മൊത്തം ഉപ്പുവെള്ളമായി, പിന്നെ വണ്ടിയിലിരുന്ന് പോകണ്ടേ. ഒന്നാമത് നല്ല വെയിലാണ്, മൊത്തം ദേഹത്ത് തരിതരിയായിരിക്കും ഉപ്പിൻ്റെ. ഇവിടെ കണ്ടില്ലേ, ബീച്ചിനോട് സൈഡ് തന്നെ കുറച്ച് പ്രത്യേകത ഒരു മരം. ഇതിൻ്റെ മരത്തിൻ്റെ പേരെന്താ, സിൽവർ അല്ല, വേറെന്തോ ഒരു മരം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സ്പേസ് ആട്ടോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പം ഗ്യാസൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കുക്ക് ചെയ്യാമായിരുന്നു നമുക്ക്. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഒരു സ്കൂട്ടർ അതിലൂടെ പോകുന്നുണ്ട്, കാട്ടിക്കർ. എന്താണ് ഇങ്ങനെ അടിപൊളി സ്പേസൊക്കെ ഉണ്ട്. ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ നടക്കുന്ന ഭാഗത്ത് ആൾക്കാരെ ഒന്നും കാണാനേ സാധിക്കില്ല, കണ്ടില്ലേ. അങ്ങ് ദൂരെയാണ് മറ്റൊരു ബീച്ചുള്ളത്, ഇപ്പുറത്താണെങ്കിലോ അങ്ങ് ദൂരെ. ഇത്രയും പ്രൈവറ്റാണ്, പ്രൈവറ്റ് ബീച്ച്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ നേരത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ലൈഫ് ഗാർഡ് അവരുടെ ഒരു കൺവശത്ത് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അവരുടെ ഐ കോൺടാക്റ്റ് വിട്ട് പോകാൻ പാടില്ല. ലൈഫ് ഗാർഡ് എവിടെയൊക്കെ ഉണ്ടാവും അവിടെ, കാരണം കുറച്ച് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. പിന്നെ ഈ കാടുകളിൽ ഇഷ്ടംപോലെ കപ്പിൾസാണ്, എവിടെ നോക്കിയാലും. കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടൊന്നും വരും ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നേരത്ത്. ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയ രീതിയിൽ ബോറടിക്കുന്നു. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ രസമായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, അതാണ്. ഞാൻ അവിടെ നിന്ന് നടന്ന് വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഇന്നലെ രാത്രി വന്ന ബീച്ചില്ലേ, അങ്ങോട്ട് നടന്നു. ഏകദേശം 2 കിലോമീറ്ററോളം ഞാൻ നടന്നാണ് തോന്നുന്നത്. ഇവിടെയാണ് കുറച്ചൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത്. സംഭവം നടന്ന് മടുത്തു. ഒരു ലൈം ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഈ വെയിലത്ത് തിരിച്ച് നടക്കണ്ടേ, വണ്ടി ഉള്ളിടത്ത് ഇത്ര ദൂരം നടക്കണം. 12 മണിക്ക് തിരിച്ചു പോകുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ സാധിച്ചില്ല. എന്തായാലും വെച്ച് പിടിക്കണം. ഇരുട്ടിയാൽ പിന്നെ നല്ല തണുപ്പായിരിക്കും, ഹൈ റേഞ്ച് കയറിയ പിന്നെ. അങ്ങനെ വെച്ച് പിടിക്കാനാണ് പ്ലാൻ. ഇനി തിരിച്ച് മറ്റേ ബീച്ചിലോട്ട് നടക്കണം. ഞാൻ 2 ബീച്ച് ക്രോസ് ചെയ്ത് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ രീതിയിലുള്ള തിരക്കില്ല ഇപ്പം. സുഹൃത്തുക്കളെ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ.
ഒരു ലെമൺ ജ്യൂസിന് അവർ ചാർജ് ചെയ്തത് 120 രൂപ. ഒരു നാരങ്ങയുടെ വിലയെങ്കിൽ 3 രൂപ 4 രൂപയേ ഉള്ളൂ. 3 അല്ല, കൂടിപ്പോയെങ്കിൽ ഒരു 5 രൂപ ഒക്കെ കാണുമായിരിക്കും. ഗോവ വിടുന്നേക്കാൾ മുമ്പ്, അതായത് ഗോവ ബോർഡറിൻ്റെ അവിടെ ഫുൾ ടാങ്ക് പെട്രോൾ വെച്ചിട്ട് ഞാൻ വിടുള്ളൂ. കാരണം ഇവിടെ 96 രൂപയേ ഉള്ളൂ. നോർത്ത് ഗോവയിൽ നിന്നും സൗത്ത് ഗോവയിലെ കണഗുണ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം കാർവാരയ്ക്ക് ഇവിടെ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണഗുണ എന്ന ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഒരു വൈബ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബീച്ചുണ്ട്. അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യമിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലോലം ബീച്ച്. യെസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഗോവയിലെ പാലോലം എന്ന് പറഞ്ഞ ബീച്ചിലാണ്. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ബീച്ചിൻ്റെ ഗോവയിലെ സൗത്തിലും നോർത്തിലായിട്ടുള്ള പല ബീച്ചിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇന്നൊരു ദിവസം എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ കാണുന്ന പാലോലം എന്ന് പറഞ്ഞ ബീച്ചാണ്. കാരണം ഈ ഒരു എന്താ പറയുക, അത്യാവശ്യം നൈറ്റ് ലൈഫിനുള്ള സംഭവങ്ങളും എല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു ബീച്ചും കൂടെ ഉള്ളത്. അപ്പോൾ അതും അത്യാവശ്യം വലിയ രീതിയിൽ വീതിയൊന്നും ഇല്ലാത്ത, അത്യാവശ്യം ഫ്രെയിമിൽ, നല്ലൊരു ഫ്രെയിമിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ബട്ടർഫ്ലൈ എന്ന ബീച്ചിലോട്ട് നമുക്ക് കുറച്ചൊക്കെ ഓഫ് റൈഡ് ചെയ്താൽ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ബീച്ചിലോട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തത് കാര്യം എന്ന് പറയുമ്പോൾ, ഇതേ ബീച്ചിൽ നിന്ന്, ഈ പാലോലം എന്ന ബീച്ചിൽ നിന്ന് ബട്ടർഫ്ലൈ ബീച്ചിലോട്ട് സ്പീഡ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടൊന്നുമില്ല, സാധാരണ കാണുന്ന ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ആ ഒരു ബീച്ചിലോട്ട് നമുക്ക് പോവാം. സമയം ഇപ്പം 3 മണി കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അവിടെയൊക്കെ മൊത്തം കറങ്ങി ടൈം വേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് എൻ്റർ ചെയ്യാൻ നേരത്ത് കാറവാര ആയ ശേഷം ബോർഡർ കഴിഞ്ഞ് 10-20 കിലോമീറ്റർ പോലും ഇല്ലയെന്ന് തോന്നി ഇങ്ങോട്ട് ഈ ഒരു പാലോലം എന്ന് പറഞ്ഞ ഈ ഒരു ബീച്ചിലോട്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ നിന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ബട്ടർഫ്ലൈ ബീച്ച് അങ്ങോട്ടും കൂടെ കയറിയായിരുന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അതായത് ഈ ഒരു പാലോലം ബീച്ചിൽ നിന്ന് തന്നെ ബോട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാം. അതല്ലാണ്ട് നമുക്ക് റോഡ് മാർഗം കൂടെ പോകാം. കാറ് പോകില്ല എന്ന് തോന്നുന്നു, കുറച്ച് ബുദ്ധിമുട്ടാണ്, അടിയൊക്കെ തട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു ഇതിൽ. അപ്പം ബൈക്കൊക്കെ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാം, കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരാൻ നേരത്ത് എന്തെങ്കിലും ബാക്കി വെക്കണമല്ലോ, അതിനാണ് ആ ഒരു ബട്ടർഫ്ലൈ ബീച്ച്. അപ്പോൾ പോയവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, അതെങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു സ്പോട്ടൊക്കെ എങ്ങനെ അടിപൊളിയാണോ എന്നൊക്കെ. കണ്ടില്ലേ, കുറച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അങ്ങ് ദൂരെ ഉള്ളതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ക്രൗഡഡാണ്, ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴിയില്ല, നമുക്ക് ഒരുപാട് താഴോട്ട് എന്താ പറയുക ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ബ്യൂട്ടി കാണാൻ സാധിക്കുന്നത്. സായിപ്പുമാരൊക്കെ ഇങ്ങോട്ട് വന്നു, ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട്. അവിടെയുണ്ട്, അവിടെ ഒരു സായിപ്പ് ഇറങ്ങിയിരിക്കുന്ന കാണാം. ചെറിയൊരു നദിയാണ്, നദി ഒഴുകി സമുദ്രത്തിലോട്ട് ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു പോർഷനിലാണ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വെയിലും അടിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വലിയ രീതിയിൽ എന്താ പറയുക സംസാരിച്ചൊക്കെ വൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് പ്ലേസിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സെർച്ചിങ്ങും കാര്യങ്ങളും ഷൂട്ടിങ്ങിന് നടക്കൊക്കെ നമുക്ക് അത്രയ്ക്കും സോളോ ട്രിപ്പ് ആസ്വദിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് സൈലൻ്റായിട്ട് വരാം. നമ്മൾ യാത്ര ചെയ്യുന്നത് ആർക്കും അറിയാൻ പാടില്ല, എവിടെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു വൈബ് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സായിപ്പുമാർ എന്ത് ചെയ്യും, ഈ ഒരു ഉപ്പ് വെള്ളത്തിൽ കുളിച്ചിട്ട്, സാൾട്ട് വാട്ടർ ആണല്ലോ, കുളിച്ചിട്ട് ഇത് ഫ്രഷ് വാട്ടർ ആണല്ലോ, ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ആണ്, ആ മലനിരകളുടെ മുകളിലൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് സായിപ്പ് ഒരു ഫ്രഷ് വാട്ടറിൽ പോയി കുളിക്കും. അപ്പോൾ അതാണ് അവിടെ ദൂരെ കാണാൻ വേണ്ടി പോകുന്നത്. വേണ്ട, സായിപ്പിൻ്റെ കുളിസീൻ എടുക്കണ്ട, സമയമില്ല, ഒരുപാട് സമയം വൈകിട്ടുണ്ട്. എന്നാലും പിന്നെ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി 2 വീലറിന് 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അതിൽ ടൈമിങ്സ് ഒന്നുമില്ല, ഒറ്റൊരു ചാർജാണ്. അല്ലെങ്കിൽ 1 മണിക്കൂറിന് ഇത്ര, 2 മണിക്കൂറിന് ഇത്ര എന്നൊക്കെ പറയില്ലേ, അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പൈസയുടെ കണക്കൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ഉപകാരപ്പെട്ടേക്കാം. അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്പേസ് അല്ലാണ്ട് നമുക്ക് പുറത്ത് പോയി സ്പേസിൽ പാർക്ക് ചെയ്യാം. ഇപ്പോൾ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ലഗേജോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരവാദി അല്ല എന്നാണ് അവർ പറയുന്നത്. ആ സ്ലിപ്പിൽ പോലും അങ്ങനെയാണ് ഉള്ളത്. പിന്നെന്ത് കാര്യം,
അപ്പോൾ പിന്നെ നമ്മൾ സ്വന്തം റിസ്കിൽ തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. സ്പേസ് ഉണ്ടെങ്കിൽ. വീക്കെൻഡിലൊക്കെ ഒന്നും പറ്റില്ല, നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കാണുന്ന ചെറിയൊരു പുഴ കുറുകെ കിടക്കാം കേട്ടോ. നേരെ സമുദ്രത്തിലോട്ട് പോയി ചേരും. വലിയ രീതിയിൽ ആഴമില്ല കേട്ടോ. തിരമാലകളുടെ സ്പീഡ് കൂടി കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും വെള്ളം കൂടുതൽ മുകളിലോട്ട് കയറി വരാനാണ് സാധ്യത. എന്തായാലും അധികം നേരമായി. ഇനി 300 കിലോമീറ്റർ ഉണ്ട് റൈഡ് ചെയ്ത് പോകാൻ വേണ്ടി. ഇപ്പം ഇറങ്ങാന്ന് പറഞ്ഞിട്ട് 4 മണിയായിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്ട്രൈറ്റ് പോകുന്നു. ഇതിലൂടെയാണ് ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉള്ളത്. ബട്ടർഫ്ലൈ ആ ഒരു ബീച്ചിലോട്ട് മാത്രമല്ല, മറ്റ് പല സ്പോട്ടിലോട്ടും ഇവർ കൊണ്ടുപോകും ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ. അവിടെ ഒരുപാട് എന്താ പറയുക കോട്ടേജ് സംഭവങ്ങളൊക്കെ അങ്ങ് ദൂരെ കാണാം. അവിടെയുണ്ട്, അപ്പുറമുണ്ട്. നൈറ്റൊക്കെ ഇവിടെ മൈനാണ്. രാത്രിയായ പിന്നെയാണ് ഇവിടെ ഒന്ന് ആക്റ്റീവായി തുടങ്ങുള്ളൂ. ഒരു ഈവനിങ് ഒക്കെ ആവണം. പക്ഷേ എന്തായാലും ഇപ്പോൾ എനിക്ക് ഇറങ്ങിയേ പറ്റൂ. ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പാൻറ് ഏകദേശം കുറച്ചൊക്കെ നനഞ്ഞു, പക്ഷെ സാരമില്ല, പോവാണ്. സൂര്യൻ ബാക്ക് സൈഡിൽ നിന്നല്ലേ. ഇപ്പം എന്നെ കാണാവോ? കാരണം ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ, എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഫ്രെയിമാണ് ഹൈലൈറ്റ്. ആ ഒരു മലനിരയും ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അങ്ങോട്ട് നമ്മൾ കടന്നു പോകാമെങ്കിൽ അവിടെയൊക്കെ അധികം നേരം നമുക്ക് നിൽക്കാൻ സാധിക്കും. അടുത്ത പ്രാവശ്യം വരാൻ നേരത്ത് എന്തായാലും സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഗോവ ബീച്ചിനോട് വിട പറഞ്ഞു പോകുന്നു. ഓക്കെ, അതാണ് അവസാനത്തെ അടിപൊളിയായിട്ടുള്ള ബീച്ച്, പാലോലം. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ബീച്ചാട്ടോ. ക്ലിയറായിട്ട് കാണുന്നുണ്ടോ? ആ, ഓക്കെ. ചെറിയ രീതിയിലുള്ള പബ്ബും കാസിനോവയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കാസിനോവയാട്ടോ, അടിപൊളി. നമ്മൾ മറ്റേ മാംഗോസിൽ കണ്ട ബീച്ചിലൊന്നും കാസിനോവും പരിപാടികളൊന്നും ഇല്ല. ഈ വഴി ഈ ഹൈവേയിലോട്ട് കയറിയവരെ കുറവാണല്ലോ. റോഡ് അത്രയ്ക്കും മണലൊക്കെ റോഡിൻ്റെ മുകളിൽ വന്ന് കിടപ്പുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ നേരെ വിടുന്നു. വണ്ടിയുടെ ഓയിൽ സംഭവങ്ങളും അതിൻ്റെ ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ല കേട്ടോ, എത്രത്തോളം ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ. സർവീസ് റോഡ് തീർന്നു, യു ടേൺ എടുക്കാൻ പാടില്ല. ചെറിയ രീതിയിലൊന്ന് സ്പീഡ് എടുക്കുന്നുണ്ട്. സ്പീഡെന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് പറ്റാവുന്നതിനേക്കാളും കുറച്ച് സ്പീഡ് അധികം എടുക്കുന്നുണ്ട്. എൻജിൻ കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെറിയ രീതിയിൽ വെയിലൊക്കെ പോയി തുടങ്ങിയില്ലേ, വൈകുന്നേരം ആയി തുടങ്ങിയില്ലേ. അപ്പോൾ പുറത്തത്തെ ചൂടും എല്ലാം ഒഴിവാകും. അപ്പം ചെറിയ രീതിയിലുള്ള നല്ല തണുത്ത കാറ്റ് വീശ നേരത്തെ എൻജിനിലോട്ട് കോൾഡ് എയർ ആയിരിക്കും പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം കുറച്ച് സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ലേറ്റായെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും 240 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം ഉണ്ട് ഒരുപാട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ് പറഞ്ഞത്. നിയർലി 500 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തുനിന്നാണല്ലോ വന്നത്, അപ്പോൾ 500 എബോ ഉണ്ടാവും നോർത്ത് ഗോവയിൽ നിന്ന് വരാൻ നേരത്ത്. 2 വീലറുടെ മാക്സിമം സ്പീഡ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുക 60 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഡാപ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. കാർവാർ 21, ഗോകർണ 80. അപ്പോൾ 21 ആണെങ്കിൽ ഏകദേശം ഒരു 10-15 കിലോമീറ്ററും കൂടി ഉണ്ട് ബോർഡറിലോട്ട്, ഗോവ ബോർഡറിലോട്ട്, ഗോവ കർണാടക ബോർഡർ. ഇവിടെ എന്ത് പറ്റി? പോലീസ് പിടിച്ചതാ കേട്ടോ. സ്പീഡ് ക്യാമറയെ പിടിച്ചതാ. അവരങ്ങ് ദൂരേന്ന് കണ്ടില്ല, ഇത് സ്ട്രൈറ്റ് റോഡാണേ. അങ്ങ് ദൂരേന്ന് അവർ ക്യാമറ വെച്ച് നോക്കി. എപ്പോഴും ഉണ്ട്. ഞാൻ ഇന്നലെ രാവിലെ വരെ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് ഞാൻ അധികം സ്പീഡൊന്നും എടുത്തില്ലായിരുന്നു. ഒന്നാമത് എന്താ പറയുക, കുറച്ച് ഡൗൺ ആണ്. ഇതിപ്പോൾ കയറ്റാണ്. ഞാനിപ്പോൾ ചെറുതായിട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുക. സ്ട്രൈറ്റ് റോഡുമാണേ, നല്ല സ്പീഡ് എടുക്കും അറിയാതെ. അവിടെ വെച്ച് അവന്മാർ പിടിക്കും. HP-യുടെ ഫ്യൂൽ സ്റ്റേഷനുണ്ട്. ലാസ്റ്റ് ഞാൻ ഭരത് പെട്രോളിയമാണ് അടിച്ചത്. അത് തന്നെ അടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഇവിടെ തന്നെ റൈറ്റിൽ കാണുന്ന അതിലാണ്. ഇതും കൂടെ കഴിഞ്ഞെങ്കിൽ മറ്റേ ബോർഡർ കേട്ടോ.
യെസ്, പെട്രോൾ അടിക്കേണ്ടായിരുന്നത് അടിച്ച ശേഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സംഭവം എന്താ വെച്ചാൽ ആൾമോസ്റ്റ് ഫുള്ളായിരുന്നാണല്ലോ. പെട്രോൾ ഓൾറെഡി ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 3/4 ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഫോഴ്സിൽ അടിച്ചു. അപ്പോൾ ആ ഒരു പമ്പിൽ കട്ട് ഓഫ് ഇല്ലയെന്ന് തോന്നുന്നു. ഒരു ലെവലായി പിന്നെ ഇത് കട്ട് ഓഫ് ആവുമല്ലോ ഫ്യൂവൽ തന്നെ. ഇത് അടിച്ച് പുറത്തോട്ട് തെറിച്ചു. മേ ബി ചെറിയൊരു ടാങ്ക് ആണല്ലോ, ആ ഒരു ഫോഴ്സിൽ പുറത്തോട്ട് അടിച്ചതായിരുന്നു തോന്നുന്നു. എന്തായാലും ലാഭിച്ച പെട്രോൾ അങ്ങനെ തന്നെ തിരിച്ചു പോയി. നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നു. ഗോവ കർണാടകയിൽ എൻട്രി ആയി. വെൽക്കം ടു RB വെസ്റ്റ് കോസ്റ്റ് ടോൾവേ. അവിടെ നിന്ന് ഇതായി. ഇനി അടുത്തത് കർണാടകക്കാരുടെ ചെക്ക് പോസ്റ്റാണ്. ഭാഗ്യം കന്നഡ കേട്ടു. കർണാടകയിൽ എത്തിയോ. ദേ പാച്ച് വർക്ക് കണ്ടില്ലേ. നമ്മളെപ്പോഴും ഷോർട്ട് കട്ട് വഴി എടുക്കാൻ നേരത്ത് ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഷോർട്ട് വഴികൾ നമ്മൾ എടുക്കാൻ നേരത്ത് ഇതേക്കൂട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പെട്ടുപോകും. ഒരു കാർവാർ ആ ഒരു ഭാഗത്തിലൂടെയുള്ള ഒരു ചുരത്തിലൂടെയാണ്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ ഞാൻ എൻട്രി ചെയ്തു ഈ ഒരു ചുരത്തിലോട്ട്. പക്ഷേ ഒറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് നിന്നാവട്ടെ എൻ്റെ ഒരു സൈഡിൽ നിന്ന് പോകുന്നതാവട്ടെ ഒറ്റൊരു വണ്ടി എനിക്ക് കാണാൻ സാധിച്ചില്ല ഈ ഒരു ചുരത്തിൽ. ചുരം കഴിഞ്ഞ ശേഷം കുറച്ച് വണ്ടികളൊക്കെ കണ്ടുവന്നുണ്ട്, പക്ഷേ ഈ ലോക്കലായിട്ടുള്ള വണ്ടികളും അല്ല. അത്യാവശ്യം ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഒന്നാമത് നല്ല രീതിയിലുള്ള കയറ്റമാണ്. പിന്നെ അവസാനം താലുഗൊപ്പ, അതായത് ജോഗ്ഫാൾസ് നിയറുള്ള താലുഗൊപ്പ എന്നൊരു സ്ഥലത്തൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചൊക്കെ ആളുവനക്കൊക്കെ വന്ന് തുടങ്ങിയത്. ഇപ്പോൾ താലുഗൊപ്പയിലെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പോർഷനാണ് അവസാനത്തെ ഒരു സ്റ്റോപ്പിലോട്ട് എത്തുന്ന ഒരു ട്രെയിനാണ് കാണാൻ സാധിക്കുന്നത്.